അമേക എന്താ നിങ്ങളെ മൂല്യരിങ്ങനെ? എന്താണ് കമ്മിറ്റിക്കാരനല്ലേ? എടാ ഞങ്ങൾ കൊറേ ആൾക്കാർ പറഞ്ഞേക്കണേ അത് കേക്കണ്ടേ? അയാളൊരു ചൂടനാണ്, അതൊന്നും അംഗീകരിക്കണില്ല. അതൊക്കെ പറയാൻ സമാധാനം ഇവിടെ വേണം. ഇപ്പൊ 2 ദിവസത്തിന് കൊടുക്ക പോയതാണ്. അയാൾ വന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ തീരുമാനാക്കാം. സമാധാനല്ലേ? എപ്പോഴെത്തി? കുറച്ചു നേരടാ. എത്ര വരോ? ആയിക്കോട്ടെ. ഇത് രണ്ടാം കൂടി ചർച്ച ഒന്നുമില്ല. ഇന്നിപ്പോ നിസ്കാരം കഴിഞ്ഞപ്പോ ഉസ്താദിനെ പറ്റിയുള്ള കംപ്ലൈന്റ് തന്നെയാണ്. എല്ലാ ഉസ്താദന്മാരന്മാരല്ലേ ഈ ഉസ്താദ് ഒരു പ്രത്യേക സ്വഭാവമാണ്. ഏതായാലും ഒന്നും കൂടി നമുക്ക് സംസാരിച്ചു നോക്കല്ലേ? ആയിക്കോട്ടെ, ഒന്ന് കണ്ടു കാണാം. മച്ചിയും പുളിയൊന്നും ഉണ്ടാക്കണ്ട, നല്ല നല്ല രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കാം. അതിനൊരു പരിഹാരം ഇപ്പൊ കാണാതിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും തീരുമാനമാക്കി കാണട്ടെ. എന്നിട്ട് ഉസ്താദ് 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 അല്ല സമുദാക്ക, നിങ്ങൾ 2 ദിവസം ഇവിടെ ഇല്ലേനാ? ഞാൻ 2 ദിവസം വേറെ വഴിക്ക് പോയതായിരുന്നു, ഇപ്പൊ എത്തിയിട്ടുള്ളൂ. അതല്ല, ഇന്നെന്താ അസ്രസ്കരത്തിന് സമയത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞേക്കാണ്ട് ഓല് വിളിച്ചിക്കാണ്ട് കുറെ ബുദ്ധിമുട്ടിച്ചല്ലോ. എന്താ സംഭവം? അത് ഇന്നലത്തെ അസ്രസ്കാരം അത് ഇന്റെ തെറ്റാ? ഇന്റെ തെറ്റാ? അത് ഇന്റെ തെറ്റല്ല, അത് ഓരോ തെറ്റാണ്. ഓരോ തെറ്റല്ലേ ഇന്റെ തെറ്റാ? പിന്നെന്താ ചെയ്യാ? ഹൗദിന്റെ കാര്യം മിഞ്ഞാന്ന് കേൾക്കണ കാര്യം പറയല. എന്തായി? മിഞ്ഞാന്ന് നിങ്ങൾ ഹൗദ് കഴിക്കാറുണ്ട്. വൃത്തിയായിട്ടില്ല. അല്ല മീറേ സമതാക്ക, ഇന്ന് നിങ്ങൾ ഇവിടെ കൊടുന്ന് ഇമാമ് നിക്കാനല്ലേ? അതെ. നിങ്ങൾ ഇമാമ് നിക്കും വേണം. ഇപ്പൊ ഹൗദ് കഴുകണം, അതെ, ബാത്റൂം കഴുകണം ആണല്ലോ. നിങ്ങൾ ഇപ്പൊ തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കണത് ഓരോരുത്തർ ഓരോരോ പണി എടുപ്പിച്ചാണല്ലോ. എന്താ ഇപ്പൊ ഞാൻ ചെയ്യേണ്ടി? എന്തൊക്കെയാ ഞാൻ ചെയ്യേണ്ടി? അതൊക്കെ ചെയ്യേണ്ടി ഉസ്താദേ. അതിനൊക്കെയല്ലേ ശമ്പളം തരുന്നത്. നിങ്ങൾ തരുന്ന ശമ്പളത്തിന് ഒരു മലയും കൂടി മറിച്ചാ ഇതിപ്പോ ഇമാമ നിക്കണം, ബക്കൂസും കുളിമുറി ഇതൊക്കെ കേൾക്കും വേണം. അതിനൊക്കെ വേറെ ആളെ നോക്കിക്കോളൂ നിങ്ങള്. ഉസ്താദ് പറഞ്ഞ ഭർത്താനം കേട്ടില്ലേ? അതിന്റെ അഹങ്കാരമായി. അതന്നെ ഞാനും പറഞ്ഞത്. ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണമെന്നേ. ഒരു കാര്യം ചെയ്യാം, കമ്മിറ്റിക്കാരൊക്കെ വിളിച്ച് നമുക്ക് തീരുമാനം ഉണ്ടാക്കണോടത്ത് പോണല്ലോ. ഞാൻ വിളിച്ചോ, ഞാൻ വിളിച്ചോക്കാം. ഹലോ, നിങ്ങളെല്ലാരും ഒന്നും വരണം. നമുക്കൊരു അസ്സലാമലൈക്കും. അങ്ങോട്ട് പരിയിലുണ്ടാ? ഞാൻ ഇന്നാള് പറഞ്ഞില്ലേ മൂല്യേരെ കൊണ്ടുവരണ തീരുമാനം ഉണ്ടാക്കാനേ. എന്താ ഞങ്ങൾ ഇപ്പോഴും വരാം. ഞങ്ങൾ കമ്മിറ്റിക്കാർ വരാം. ഉസ്താദ് ഓല് വിളിച്ച് പറഞ്ഞോട്ടെ. ഓല് ആണ് വന്നോളൂ ഉസ്താദ്. ആയിക്കോട്ടെ. വണ്ടി ലോക്കാക്കി. വണ്ടി ലോക്കാക്കി. ജില്ലയുടെ ഉണ്ടല്ലോ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഞാനൊരു വൈക്ക് പോകാൻ വേണ്ടി നിൽക്കായിരുന്നു. ശരി. ഇടിച്ച് വിളിച്ചപ്പോ പുറത്തേ നിന്നാണ്. അതെ, ഞങ്ങക്ക് വിളിച്ചുകാണ്ട് വരാന്ന് വിചാരിച്ചു. അല്ല, മോനോടെ കൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? അജയരെ, ഞാൻ നിങ്ങക്ക് വിളിച്ചപ്പോ കൊറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഉസ്താദിനെ പറ്റി. അത് മാത്രമൊന്നല്ല, കൊറേ കാര്യങ്ങൾ പറയാണ്ട്. ഓൽക്ക് എന്ന് പറഞ്ഞാല് സ്വന്തമായിട്ട് കാറുള്ള ആൾക്കാരാണ്. ഞാനെന്ന് പറഞ്ഞ 2 ബസ് കയറിയിട്ട് ഇങ്ങോട്ട് എത്തണ്ടേ? അതൊന്നുമില്ല അജയ്. മിഞ്ഞാന്ന് അസർ നിസ്കരിച്ചപ്പോഴേ ഞാൻ ഓർമ്മയില്ലാതെ 5ാമത്തെ റക്കായത്ത് പോയി. ഇവരാരും ഒരു ജവാബ് തന്നതുമില്ല. നിസ്കാര സലാം വീട്ടിൽ കഴിഞ്ഞ ശേഷം ഇവര് കുറച്ച് ആൾക്കാർ ഇന്റെ നെഞ്ഞത്ത് കയറാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞ് ഇന്റെ നിസ്കാരം ശരിയായിക്കണേ, അറിഞ്ഞുകൊണ്ട് എനിക്ക് ജവാബ് തരാവുന്ന ആൾക്കാർ നിങ്ങളെ നിസ്കാരം ശരിയായിട്ടില്ല, മാണെങ്കിൽ വേറെ നിസ്കരിച്ചോളി എന്ന് ഞാൻ പറഞ്ഞേ. അതിലിപ്പോ എന്താ എത്ര തെറ്റ്? നിസ്കാരത്തിന്റെ പോട്ടെ, മൂലേര് ഇന്ന് വരെ ഹൗദ് കഴിയാന് അജയരെ, ഞാൻ പള്ളിക്കൽ ഇമാമായിട്ട് വന്ന ആളാണ്. എന്നിട്ടും ഹൗദും ബാത്റൂമും ഒന്നും കഴുക ആളില്ലേറ്റ് ഞാൻ തന്നെയാണ് കഴുകല്. ഞാനെന്റെ പേരോട് കൂലി ചോദിച്ചിട്ടില്ല, ഞാനിട്ടത് ആഗ്രഹിക്കുന്നില്ല. അള്ളാന്റെ ഭവനാണ്. അപ്പൊ മൂലരെ കമ്മിറ്റിപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് നിങ്ങളെ താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ ഇന്നലെ പള്ളിക്കന്നോട് വിട്ടാണ്. അത് പറയാ നിങ്ങളാരാ? ഇന്നെ പള്ളിക്കൽ ഇമാമായി നിർത്തിക്കേണ്ട കമ്മിറ്റിക്കാരല്ലേ? ഓല് പറഞ്ഞ ഞാൻ അവിടെ തന്നെ പോവല്ലോ. ഇന്ന് ഇത്രയും ദൂരം ബസ് കയറി എത്തേണ്ട വല്ല കാര്യമുണ്ടാ? ഞാൻ പഠിച്ചത് ഇൽമാണ്, ഞാൻ ദർസ് പഠിച്ച ആളാണ്. ഞാൻ ഈ പണിക്ക് തന്നെ ഇഞ്ഞും പോവല്ലേ, അല്ലാതെ ഞാൻ കളക്ടർ ഓഫീസിൽ പണിക്ക് പോവല്ലേ. ഞാൻ പോട്ടെന്നാല്. അസ്സലാമലൈക്കും. കണ്ടില്ല ആചാര്യ, മൂലയൊരു ഹുങ്കണ്ടില്ല നിങ്ങള് ധിക്കരിച്ചാണ് പോകേണ്ടത്.
സമതേ അയാളെ നിലപാടിൽ ഉറച്ചിക്കണ മനുഷ്യനാണ്. പിന്നെ അയാൾ ആ പറഞ്ഞതേ ശരീരത്തിൽ നിയമ. പിന്നെ അയാളൊരു പാവം മനുഷ്യനാ. അയാളെ നിങ്ങൾക്ക് ഒരു കൂലില്ല. പിന്നെ കൂലിലുള്ള ആൾക്കാരെ അടുത്തേക്ക് നിങ്ങൾ മേക്കെട്ട് കയറാനും പോകില്ല. ഒരു അപേക്ഷ ഉണ്ട്, ഇനി വരുന്ന മൂല്യന്മാരോടെങ്കിലും മാന്യമായിട്ടൊന്ന് പെരുമാറി. എനിക്ക് അത്രേ പറയാനുള്ളൂ. ആയിക്കോട്ടെ. വലൈക്കും സ്ലാം. ആയിക്കോട്ടെ.